ഈ സങ്കീർത്തനം യാന്ത്രികമായിട്ട് ചൊല്ലുന്നതിലല്ല, ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതിലാണ്. പാവം ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ പക്കൽ തൂർത്തപുത്രൻ അപ്പൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ സംരക്ഷണം ഉണ്ടായിരുന്നു. അപ്പൻ്റെ വീട് വിട്ടു പോയപ്പം സംരക്ഷണം ഇല്ലെന്നായിപ്പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാപത്തിൻ്റെ തൂർത്ത വഴികളിലൂടെ പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്ന ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആഴം എന്തുമാത്രമാണ്, അതേപ്പറ്റി ഒരു ചിന്ത കൂടി നമുക്ക് ഈ സങ്കീർത്തനം പശ്ചാത്തലമാക്കിക്കൊണ്ട് എടുക്കുന്നത് നമ്മുടെ ആത്മജീവിതത്തിൻ്റെ കരുത്താണ്. പൈശാചികമായ ഉപദ്രവങ്ങൾ നമുക്ക് ഒട്ടുമേശാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. സങ്കീർത്തനം 91-14 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക, ഈ ഒരു അനുഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ ജെറമ്യ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഒരു വെളിപ്പെടുത്തൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജെറമ്യയുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അരക്കച്ചയും തോൽക്കുടവും എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തുകൊണ്ട് വിവർത്തകർ നൽകുന്ന ഒരു സംഭവം, ഒന്ന് അരക്കച്ചയുടെ സംഭവമാണ്. അത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ട് വന്ന് അരയിൽ ചുറ്റുക, അത് വെള്ളത്തിൽ മുക്കരുത്. കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഒരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു. കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, നീ വാങ്ങി ഉടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിച്ചു വയ്ക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാനത് യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒളിച്ചു വെച്ചു. അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ യൂഫ്രട്ടീസ് തീരത്ത് ചെന്ന് എൻ്റെ കൽപ്പനപ്രകാരം ഒളിച്ചു വച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക. ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വച്ചിരുന്ന ആ സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു. അപ്പം നദീതീരത്ത് കൊണ്ടുപോയി പാറയുടെ ഇടുക്കിൽ അവിടെ മണ്ണ് കുഴിച്ചാണ് ഇത് ഒളിച്ചു വെച്ചത്. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ് ജെറമ്യയ്ക്ക് തിരിഞ്ഞത്. അവിടെ പോയി വീണ്ടും മണ്ണ് മാറ്റി കുഴിച്ചിട്ട് ഇത് പുറത്തെടുത്തു, ചണവസ്ത്രം എടുത്തു. ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. അപ്പം കർത്താവ് ഇതൊരു പ്രായോഗിക ഉപമയായിട്ട് ജെറമ്യയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇവിടെ ഈ അരക്കച്ച എന്ന വാക്ക് നമ്മൾ വിവർത്തകർ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ അത് ലോയിൻ ക്ലോത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോയിൻ ക്ലോത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മലയാള ഭാഷയിൽ നിഘണ്ടുവിൽ തപ്പിയാൽ കാണുന്നത് അരക്കച്ച, അതോടൊപ്പം അടിവസ്ത്രം ആയിട്ട് ഉപയോഗിക്കുന്ന കൗബീനം, അല്ലെങ്കിൽ പഴയ മലയാളത്തിൽ പറഞ്ഞാൽ കോണകം, ഇങ്ങനെ പറയുന്ന ആ ഒരു വസ്ത്രം നമുക്കറിയാം. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ അണ്ടർ ക്ലോത്തുകൾ ഉപയോഗിക്കുന്നത്, അത് അരഭാഗത്ത് ഉപയോഗിക്കുന്ന അണ്ടർ ക്ലോത്തുകൾ. അങ്ങനത്തെ ഒരു ഉപയോഗത്തിനാണ് ഈ ചണവസ്ത്രം ജെറമ്യയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. ഞാനിതിങ്ങനെ എടുത്തു പറയുന്നത് ഈ ഒരു സൂചന മനസ്സിലാക്കിയെങ്കിലേ എന്താണ് തമ്പുരാൻ ദൈവം ജെറമ്യ വഴിയായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ശരീരത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നൊരു വസ്ത്രമാണല്ലോ നമ്മളീ പറഞ്ഞ ലോയിൻ ക്ലോത്ത്. അത് ഒരു തോർത്ത് പോലെ ഉടുക്കുന്നൊരു വസ്ത്രമല്ല, മറിച്ച് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് പറ്റിച്ചേർന്നിരിക്കുന്ന വസ്ത്രമാണ്. അത്രയും ചേർത്ത്, അത് വളരെ സ്വകാര്യമായിട്ട് വ്യക്തി ഉപയോഗിക്കുന്നതാണ്. നിരന്തരം ശരീരത്തോട് ചേർന്നിരിക്കുന്നൊരു വസ്ത്രമാണത്. ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതാണ് കൊണ്ടുപോയി ഇങ്ങനെ കുറേ ദിവസങ്ങളോളം ആറ്റിയണ്ടിയിൽ, എന്ന് വെച്ചാൽ ഈർപ്പമുള്ള സ്ഥലമാണ്, പാറയിടുക്കിൽ വേറെ കാണുന്നില്ല, പക്ഷെ മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയാണ്. വീണ്ടും എടുപ്പിക്കുകയാണത്. എന്തിനാണത്? വീണ്ടും ഉടുക്കാൻ. പക്ഷെ ഒരിടത്തും ഉടുക്കാൻ പറ്റുന്നില്ല. ഒന്നിനും കൊള്ളാത്ത വിധം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. ഇതാണ് സംഭവം. പിന്നെ അതേപ്പറ്റി തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദായുടെ അഹങ്കാരത്തെയും ജെറുസലേമിൻ്റെ ഔദ്ധത്യത്തെയും ഞാൻ ഇതേ വിധം നശിപ്പിക്കും. എൻ്റെ വാക്ക് കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒന്നിനും കൊള്ളാത്ത പോലെ നമ്മൾ അധപതിച്ചു പോകുന്നൊരവസ്ഥ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അന്യദേവന്മാരുടെ പക്കൽ ഇവർ പോയി. നമ്മളിതേപ്പറ്റി കഴിഞ്ഞ സെഷനിൽ കണ്ടു. മറ്റ് ദേവീദേവന്മാരുടെ മേഖല, വിഗ്രഹാരാധന മേഖലയിലൊക്കെ ഏകസത്വ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി ദൈവമല്ലാത്തവയിലേക്ക് പോകുന്നു.
വെറും ദൈവമല്ലാത്തത് മാത്രമല്ല, ദൈവമല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് സാന്നിധ്യപ്പെട്ട് നിൽക്കുന്ന പൈശാചിക അരൂപികളിലേക്ക് നമ്മുടെ തുറന്നു പോകുന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ അരക്കച്ച ശരീരത്തോട് ചേർന്നിരിക്കുന്ന പോലെ നിരന്തരം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം എന്നൊരു ഒരു ഒരു പ്രബോധനമാണ് ദൈവം ഇവിടെ നൽകുന്നത്. ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, നമുക്കൊരിക്കലും പറയാൻ അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഈ കൗപീനം, അടിവസ്ത്രം, അല്ലെ കോണകം എന്നൊക്കെ പഴയ ഭാഷ പറഞ്ഞിരുന്ന ആ ഒരു വസ്ത്രത്തിൻ്റെ കാര്യം. നമ്മളൊരിക്കലും ഒരു സഭ്യമായ അല്ലെങ്കിൽ ഒരു വളരെ സന്തോഷത്തോടെ പങ്കുവെക്കാവുന്ന കാര്യമായിട്ട് വിചാരിക്കാതെ വളരെ ഗോപ്യമായിട്ട് സ്വകാര്യമായിട്ട് മാത്രം ഉപയോഗിക്കുന്നൊരു വസ്ത്രം, അതങ്ങനെ പൊതുവായിട്ട് പരാമർശിക്കാറുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം പക്ഷെ ദൈവം തന്നെ ജെറമ്യായെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതുവഴി ചില കാര്യം പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവം ഇത് പറയുന്നതായതുകൊണ്ട്, ദൈവം പറഞ്ഞിട്ട് പ്രവാചകൻ ചെയ്ത കാര്യമായതുകൊണ്ട്, അങ്ങനെ ചെയ്തിട്ട് പ്രവാചകൻ രേഖപ്പെടുത്തി നമുക്ക് ബൈബിളിൽ കിടക്കുന്ന കാര്യമായിട്ട് നമുക്കതേപ്പറ്റി ഒരു അവജ്ഞ എടുത്ത് മാറ്റിവെക്കാൻ നമുക്കാർക്കും അവകാശമില്ല, അനുവാദമില്ല. മറിച്ച് അതുവഴി എന്താണ് ദൈവം പഠിപ്പിക്കുന്നത് അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്ത് തമ്മിലാണ് പഠിപ്പിക്കുന്നത്? ഈ എന്നെ വിട്ട് മറ്റ് മൂർത്തികളുടെ പക്കലേക്ക്, ദൈവദേവന്മാരുടെ പക്കലേക്ക്, പൈശാചിക സാന്നിധ്യങ്ങളുടെ പക്കലേക്ക് പോകുന്ന വ്യക്തികൾ, അവരുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ ഇതുപോലെ ഒന്നിനും കൊള്ളാത്തതായിട്ട് മാറും എന്ന് തമ്പുരാൻ പഠിപ്പിക്കുന്നത്. തുടർന്ന് തമ്പുരാൻ പറയുകയാണ്, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ പോലും ദൈവം പങ്കുവെക്കുന്ന നമ്മൾ ദൈവത്തോട് എന്തുമാത്രം ചേർന്നായിരിക്കണമെന്നതിൻ്റെ മനോഹരമായ, വളരെ ശക്തമായ, വളരെ പച്ചയ്ക്കുള്ള ഒരു വെളിപ്പെടുത്തലും പഠിപ്പിക്കലുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതുപോലെ അരക്കച്ച ശരീരത്തോട് ചേർന്നിരിക്കുന്ന പോലെ ദൈവജനം, ഇസ്രായേൽ ഭവൻ എന്നോട് ചേർന്നിരിക്കുന്ന ഞാൻ ആഗ്രഹിച്ചു. ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല. കർത്താവല്ല ചെയ്യുകയാണ്. അപ്പം അത്രമാത്രം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് അതുപോലെ എന്നതാ അത് നമുക്ക് ദൈവസംരക്ഷണം കിട്ടുക. അവിടെ നമ്മൾ സങ്കീർത്തനം 91 14 വാക്യത്തിൽ ഒന്ന് തിരിച്ചു വരാം. അവിടെ നമ്മൾ വായിച്ചല്ലോ 14-15 വാക്യങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അപ്പോൾ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ജെറമ്യാ വഴി ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അരക്കച്ച ശരീരത്തോട് വളരെ സ്വകാര്യമായി നിരന്തരം ചേർന്ന് ഒട്ടും മാറാതെ ആയിരിക്കുന്ന പോലെ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തോട് ചേർന്നായിരിക്കണം. നമ്മൾ കഴിഞ്ഞു പോയ സെഷനുകളിൽ കാണുകയുണ്ടായി, എല്ലാ സമയവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. കുർബാന ക്രമങ്ങളിൽ സീറോ മലബാറിലും ലത്തീനിലും ഒക്കെ പ്രാർത്ഥന അങ്ങനെ വരുന്നുണ്ട് എല്ലാ നേരവും. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, വ്യർത്ഥമായ ഒരു കാര്യത്തിൻ്റെ പുറകെ പോകരുത്. മത്തായി 12:36 വാക്യത്തിൽ ഈശോ നമ്മൾ കണ്ടു, വ്യർത്ഥമായ ഓരോ വാക്കിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരും. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, മറ്റ് കഴിഞ്ഞ സെഷനിലെ ചില വിചിന്തനങ്ങളിൽ ഫോഷ വിഡ്ഢി എന്നുള്ള വാക്ക് പോലും കോപിച്ച് വരരുത്, അതേ എന്നുള്ളപ്പോൾ അല്ല എന്നുള്ള അങ്ങനത്തെ ചെറിയ നുണ പോലും വരരുത്, ആസക്തിയുടെ നോട്ടം പോലും വരരുത്. വീണ്ടും നമ്മൾ കണ്ടു തെർത്തുല്യ സഭാപിതാവൊക്കെ പഠിപ്പിക്കുന്നത് വ്യർത്ഥമായ വിനോദങ്ങൾ ആകർഷകമായിട്ട് തോന്നുമെങ്കിൽ പോലും അതിനകത്ത് ദൈവികമല്ലാത്ത കാര്യങ്ങളുണ്ട്, അവിടെ തിന്മയുടേതായ സ്വാധീനങ്ങൾ കടന്നു വരാം. അങ്ങനെയുള്ള വ്യർത്ഥമായ വിനോദ പരിപാടികൾക്ക് തിയേറ്ററിൽ പോയിച്ചിട്ട് ബന്ധനവുമായിട്ട് വന്നൊരു സ്ത്രീയുടെ കാര്യം അവിടെ തെർത്തുല്യം പറയുകയാണ്. തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമ തിയേറ്റർ അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ വ്യർത്ഥമായ അർത്ഥമില്ലാത്ത വിനോദങ്ങളുടെ, കെട്ടുകഥകളുടെ, ആഘോഷങ്ങളുടെ മേഖലയെല്ലാം അവിടെ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വിനോദ പരിപാടികളിൽ നമുക്ക് ഉന്മേഷം വേണം, റിക്രിയേഷൻ വേണം, സന്തോഷം വേണം. ഈശോ സന്തോഷത്തിൻ്റെ ആളായിരുന്നു. ഈശോ ആത്മാവിൽ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. സന്തോഷം നമുക്ക് വേണം, തമാശകളും വേണം, പക്ഷേ അത് വ്യർത്ഥതകൾ വരാൻ പാടില്ല. വിശുദ്ധമായ സ്നേഹത്തിൽ നിന്നും പരസ്പര ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനോഭാവത്തിൽ നിന്നും ഉളച്ചു വരുന്ന സന്തോഷങ്ങൾ നമുക്കെല്ലാവർക്കും വേണം. വിശുദ്ധ മറിയം ത്രേസ്യായെക്കുറിച്ച് അന്ന് കൂടെ ഉണ്ടാകുന്ന സിസ്റ്റേഴ്സൊക്കെ പങ്കുവെക്കുന്ന നമ്മൾ വായിക്കുമ്പോൾ
പറയുന്നതിനെ ഇങ്ങനെ തമാശ പറഞ്ഞ് സിസ്റ്റേഴ്സിനെയും തൻ്റെ കൂടെ വന്ന കൊച്ചു സിസ്റ്റേഴ്സൊക്കെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങനെ പോകുമായിരുന്നു. വിശുദ്ധമായ സന്തോഷം അതിൽ തന്നെ അത് മനോഹരമാണ്. ഉണർവ്, സന്തോഷം നമ്മുടെ സ്വർഗത്തിൻ്റെ ഒരു ചിത്രം തന്നെ സന്തോഷത്തിൻ്റെതാണ്, സൗഭാഗ്യത്തിൻ്റെതാണ്, സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണത്. പക്ഷേ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അർത്ഥമില്ലാത്ത വ്യർത്ഥമായ കെട്ടുകഥകൾ, പിന്നെ മറ്റ് ദൈവത്തിന് മുമ്പിൽ പ്രീതികരമല്ലാത്ത അശ്ലീല ചുവ കലർന്ന അല്ലെങ്കിൽ ഒരു ആത്മീയ കരുത്തും നൽകിയില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ കെണിയുണ്ട്. നമ്മൾ എഫേസ്യോസ് ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പുസ്തകം പറയുമല്ലോ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി പറ്റിയ കാര്യങ്ങൾ സന്ദർഭം സംസാരിക്കുക. നിങ്ങളുടെ അതിൽ തിന്മയുടെ വാക്കുകളൊന്നും പുറപ്പെടരുത്, മറിച്ച് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവിടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം സംസാരിക്കുക. എന്നിട്ട് വീണ്ടും അതേ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, 5-ാം അധ്യായം എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായം 19 വാക്യം, നിങ്ങൾ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. പരസ്പരം സംഭാഷണം ചെയ്യേണ്ടതുപോലും ആത്മീയ ഗീതങ്ങളാലാണ്, സങ്കീർത്തനങ്ങളാലാണ്, സ്തുതിപ്പുകളാലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചിത്രമാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനോഹരമായ മാതൃകയായിട്ട് വചനം കാണിച്ചു തരുന്നത്.